ഹായ് എവരിവൺ, കേരള PSC റിസർച്ച് അസിസ്റ്റന്റിന്റെ മാത്തമാറ്റിക്സിന്റെ ക്ലാസ്സുകളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ലീനിയർ ഓൾജിബ്രയിലെ നെക്സ്റ്റ് ടോപ്പിക് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എല്ലാ എക്സാംസിനും എല്ലാ എക്സാംസിനും ഈ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതൊരു ഈസി ഏരിയയും കൂടെയാണ്. കുറച്ചധികം മനസ്സിലാക്കാനുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ ഈസിയാണ്, നമുക്ക് ചെയ്യാനൊക്കെ മാർക്ക് സ്കോർ ചെയ്യാൻ എളുപ്പമുള്ള ഏരിയയാണ്. അപ്പോൾ അതിനു മുമ്പ് ഞാൻ എന്താണ് ഈ ലീനിയർ ഇക്വേഷൻസ് എന്നൊന്ന് പറയാം. ലീനിയർ ഇക്വേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഇക്വേഷൻസ് നമ്മൾ സോൾവ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടാവും. 3x + 4y = 10 ആൻഡ് 5x + 3y = 12. ഇങ്ങനെ രണ്ട് ഇക്വേഷൻസ് തന്നിട്ടുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് സോൾവ് ചെയ്യാൻ അറിയാം അല്ലേ. ഇതിനെ സോൾവ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? കോഎഫിഷ്യൻസിനെ ഒരുപോലെ ആക്കുക. എന്നിട്ട് നമ്മളിതിനെ ആഡ് ചെയ്ത് എന്നിട്ട് ഒരാളെ എലിമിനേറ്റ് ചെയ്ത് കളയും. അല്ലെങ്കിൽ നിങ്ങൾ എക്സിനെ ആദ്യത്തെ ഇക്വേഷൻ കണ്ടുപിടിക്കും, എന്നിട്ട് വൈയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അതായത് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് പഠിച്ചിട്ടുണ്ട്, എലിമിനേഷൻ മെത്തേഡ് പഠിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള മെത്തേഡ്സ് ഒക്കെ നമ്മൾ ഈ പെയർ ഓഫ് ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അറിയാം അല്ലേ. ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ എക്സും വൈയും ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ആളുകളല്ലേ. അതാണ് നമ്മളുടെ വേരിയബിൾസ്. 3ഉം 4ഉം ഒക്കെ നമുക്ക് തന്നിരിക്കുന്ന നമ്പേഴ്സ് ആണ് അല്ലേ. അപ്പോൾ ഈ നമ്പേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ കണ്ടുപിടിക്കുന്നു. അപ്പോൾ ശരിക്കും ഇത് ലീനിയർ ഇക്വേഷൻസിന് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, ഇതെല്ലാം ലീനിയർ ഇക്വേഷൻ ആണ്. ലീനിയർ ഇക്വേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, ആ ഇക്വേഷനിലെ വേരിയബിളിൻ്റെ ഡിഗ്രി 1 ആയിരിക്കും. ഓക്കെ, അങ്ങനെയുള്ള ഇക്വേഷൻസിനെയാണ് നമ്മൾ ലീനിയർ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ഇതൊരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ ആണ്. ഇവിടെ 2 ഇക്വേഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ 2 വേരിയബിൾസ് ഉണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ ജനറലൈസ് ചെയ്ത് പറയുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ മെട്രിക്സ് യൂസ് ചെയ്ത് നമുക്ക് സിമ്പിളായിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ കണ്ടുപിടിക്കാം. നമ്മൾ എലിമിനേഷൻ പ്രോസസ്സ് യൂസ് ചെയ്യുകയാണെങ്കിലും ഇതൊക്കെ ഒരുപാട് സമയമെടുക്കും. പ്രത്യേകിച്ച് 2 എണ്ണേ ഉള്ളൂവെങ്കിൽ വലിയ ടൈം എടുക്കില്ല. പക്ഷെ നമുക്ക് 5-6 എണ്ണം തരികയാണെങ്കിലോ 5-6 വേരിയബിൾസും 5-6 ഇക്വേഷൻസും ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് സോൾവ് ചെയ്യാം? ആ കാര്യമാണ് നമ്മളിവിടെ പറയണത്. ഓക്കെ, അപ്പോൾ നമ്മളിതിനെ ജനറലൈസ് ചെയ്ത് പറയുകയാണ്. m ഇക്വേഷൻസും n വേരിയബിൾസും ഉണ്ടാവുമ്പോൾ നമുക്കൊരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് എന്ന് പറയാം. അതിനെ മൊത്തത്തിൽ m ഇക്വേഷൻസ് വിത്ത് n വേരിയബിൾസ്. അങ്ങനെയെങ്കിൽ നമുക്കത് എങ്ങനെയാണ് സോൾവ് ചെയ്യുക? അതാണ് നമുക്ക് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കാം. The matrix form of a system of m linear equations in n unknowns. Unknowns means variables. a11 x1 plus a12 x2 plus etc. up to a1n xn equal to b1. a21 x1 plus a22 x2 plus etc. up to a2n xn equal to b2. am1 x1 plus am2 x2 plus etc. up to amn xn equal to bm. അതായത് നമുക്ക് സിസ്റ്റം ഓഫ് m ലീനിയർ ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. നിങ്ങൾ നോക്കുക, ഇത് m എണ്ണമില്ലേ? ഇത് ഒന്നാമത്തെ ഇക്വേഷൻ, ഇത് രണ്ടാമത്തെ ഇക്വേഷൻ അല്ലെ. അങ്ങനെ പോയി ഇത് എത്രാമത്തെ ഇക്വേഷനാ? ഇത് mth ഇക്വേഷൻ. ഓക്കെ, അതുപോലെ തന്നെ ഇത് m ഇക്വേഷൻസ് ഉണ്ട്, m നമ്പർ ഓഫ് ഇക്വേഷൻസ് ഉണ്ട്. ഇവിടെ നിങ്ങൾ നോക്കുക, ഇതിൽ a11ഉം a12 ഒക്കെ നമ്പേഴ്സ് ആണ്. ഇവിടെ x1 x2 എക്സെട്ര xn എന്ന് പറയുന്നത് വേരിയബിൾ ആണ്. b1 b2 എക്സെട്ര bm എന്ന് പറയുന്നത് നമ്പേഴ്സ് ആണ്. നിങ്ങൾ നോക്കുക, ഇവിടെ ഒരു വേരിയബിൾ x1 x2 എക്സെട്ര എത്ര വേരിയബിൾസ് ഉണ്ട്? n വേരിയബിൾസ് ഉണ്ട്. അപ്പൊ n വേരിയബിൾസും m ലീനിയർ ഇക്വേഷൻ, n വേരിയബിൾസ് ഉള്ള m ലീനിയർ ഇക്വേഷൻസിന്റെ സിസ്റ്റമാണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. ഈ സിസ്റ്റത്തിനെ മെട്രിക്സ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് എഴുതുക എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് മെട്രിക്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ് ഞാൻ പറഞ്ഞു, a11 a12 എന്നുള്ളതൊക്കെ നമ്പേഴ്സ് ആണ്. അതായത് വേരിയബിൾസിന്റെ കൂടെയുള്ള നമ്പേഴ്സിനെ ഞാനിതാ ഇവിടെ എഴുതിയിട്ടുണ്ട്. a11 a12 എക്സെട്ര അപ് ടു a1n അങ്ങനെ എഴുതിയിട്ടുണ്ട്. a21 a22 എക്സെട്ര അപ് ടു a2n, അതുപോലെ തന്നെ എക്സെട്ര അപ് ടു am1 am2 എക്സെട്ര അപ് ടു amn എഴുതി. ഇതൊരു മെട്രിക്സ്, ഫസ്റ്റ് മെട്രിക്സ് നമ്മൾ കോഎഫിഷ്യന്റ് മെട്രിക്സ് എന്ന് പറയും. പിന്നെ നമ്മളുടെ കൂടെ വേരിയബിൾസ് അല്ലേ ഉള്ളത്, x1 x2 എക്സെട്ര xn. അതിനെ ഞാൻ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഒരു കോളം മെട്രിക്സ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഈക്വൽ ടു, പിന്നെ ഇവിടെ കുറെ നമ്പേഴ്സ് ആണുള്ളത്, അതിന് കോൺസ്റ്റന്റ് മെട്രിക്സ് എന്ന് പറയും. b1 b2 എക്സെട്ര അപ് ടു bm. അതായത് ഇതിനെ നമ്മൾ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുകളിലത്തെ ഇക്വേഷൻ കിട്ടും. a11 × x1 പ്ലസ് a12 × x2 പ്ലസ് എക്സെട്ര അപ് ടു a1n × xn ഈക്വൽ ടു b1. അതായത് നമുക്കൊരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഉണ്ടെങ്കിൽ ആ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസിനെ എപ്പോഴും ഇങ്ങനെ ഒരു മെട്രിക്സ് ഫോമാറ്റിൽ എഴുതാൻ പറ്റും. അതായത് ദസ് ഈ ഒരു മെട്രിക്സിനെ ഞാൻ a എന്ന് വിളിച്ചു, വേരിയബിൾ മെട്രിക്സിനെ ഞാൻ x എന്ന് വിളിച്ചു, കോൺസ്റ്റന്റ് മെട്രിക്സിനെ ഞാൻ b എന്ന് വിളിച്ചു. അങ്ങനെയെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ ax ഈക്വൽ ടു b എന്ന് പറയുന്ന മെട്രിക്സ് ഫോമിലോട്ട് നമുക്ക് മാറ്റി എഴുതാൻ പറ്റും. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം, നമ്മൾ മുമ്പ് പറഞ്ഞ എക്സാമ്പിൾ തന്നെ പറയാം.
ഇവിടെ നമുക്ക് 3x + 4y = 10, 5x + 3y = 12. അപ്പോൾ ഇതിന്റെ കോഎഫിഷ്യൻസ് ഏതൊക്കെയാണ്? 3, അതുപോലെ തന്നെ 4. അടുത്തതിലോ 5, 3. ഇതാണ് നമ്മളുടെ കോഎഫിഷ്യന്റ് മെട്രിക്സ് ഇൻറ്റു എക്സ് വൈ, ഇതാണ് നമ്മളുടെ വേരിയബിൾ, ഈക്വൽ ടു 10, 12. ഇതാണ് നമ്മൾ കോൺസ്റ്റന്റ് മെട്രിക്സ്. അപ്പോൾ ഏതൊരു ഇക്വേഷൻസിനെയും നമുക്ക് എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത്, ഇവിടെ നമ്മൾ എനെ നമ്മൾ എ ഈസ് എ കോഎഫിഷ്യന്റ് മെട്രിക്സ് കേട്ടോ. എ എന്ന് പറയുന്നതിനെ കോഎഫിഷ്യന്റ് മെട്രിക്സ് എന്ന് പറയും. അതുപോലെ തന്നെ എക്സ് എന്ന് പറയുന്ന വേരിയബിൾ മെട്രിക്സ്, ബി എന്ന് പറയുന്ന കോൺസ്റ്റന്റ് മെട്രിക്സ്. ഓക്കെ, ഓഗ്മെന്റഡ് മെട്രിക്സ് എന്താണെന്ന് പറയാം. ഇവിടെ നിങ്ങൾ നോക്കുക, A11, A12 എക്സെട്ര A1n, അതായത് ആ കോൺസ്റ്റന്റ് മെട്രിക്സ് ആണ് ഇത്ര എഴുതിയിരിക്കുന്നത് കേട്ടോ. ഇത്ര എഴുതിയിരിക്കുന്ന ഈ കോൺസ്റ്റന്റ് മെട്രിക്സ് ആണ്. അതിന്റെ ലാസ്റ്റ് കോളമായിട്ട് ആര് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്? B1, B2 എക്സെട്ര Bm. അതായത് നമ്മളുടെ കോൺസ്റ്റന്റ് മെട്രിക്സിനെ നമ്മളുടെ കോഎഫിഷ്യന്റ് മെട്രിക്സിന്റെ കൂടെ ലാസ്റ്റ് കോളമായിട്ട് ഇൻസേർട്ട് ചെയ്ത് എഴുതിയിട്ടുണ്ട് അല്ലേ. ഈ ഒരു മെട്രിക്സിന് നമ്മൾ പറയുന്ന പേരാണ് ഓഗ്മെന്റഡ് മെട്രിക്സ്. അതായത് കോഎഫിഷ്യന്റ് മെട്രിക്സിന്റെ ലാസ്റ്റ് കോളമായിട്ട് നമ്മൾ ആരെ ഇൻസേർട്ട് ചെയ്യുക? അവിടെ കോൺസ്റ്റന്റ് മെട്രിക്സിനെ ഇൻസേർട്ട് ചെയ്ത് എഴുതുമ്പോൾ കിട്ടുന്ന മെട്രിക്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓഗ്മെന്റഡ് മെട്രിക്സ് എന്ന് പറയുന്നത്. നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ, അതുകൊണ്ടാണ്. ഇനി ഹോമോജീനിയസ് ആൻഡ് നോൺ ഹോമോജീനിയസ് സിസ്റ്റം. ഞാൻ പ്രോബ്ലം പറയുന്നതിന് മുമ്പ് ഇതൊക്കെ എന്താണെന്നൊന്ന് പരിചയപ്പെടുത്തുകയാണ്. നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളാണ്, അതുകൊണ്ടാട്ടോ. A system of equations Ax = b is called homogeneous if b = 0, otherwise called non-homogeneous. അതായത് നമ്മളെ കയ്യിൽ ഒരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഉണ്ട്. അതാണ് Ax = b എന്ന് പറയുന്നത്. അതിൽ ഈ b എന്ന് പറയുന്ന ആൾ കംപ്ലീറ്റ് കോൺസ്റ്റന്റ് മെട്രിക്സ് കംപ്ലീറ്റ് 0 എലമെന്റ് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ആ സിസ്റ്റത്തിന് നമ്മൾ പറയുന്ന പേരാണ് ഹോമോജീനിയസ് ലീനിയർ ഇക്വേഷൻസ്. ബി ഒന്നെങ്കിലും 0 അല്ലാതെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ നോൺ ഹോമോജീനിയസ് ഇക്വേഷൻസ് എന്ന് പറയും. ഞാനൊരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ നോക്കുക, 3x + 4y = 0, 2x + 5y = 0. ഓക്കെ, ഇതൊരു ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ ആണ്. ഇതൊരു ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ ആണ്. അതുപോലെ തന്നെ നിങ്ങൾ നോക്കുക, 3x + 4y = 1 ആൻഡ് 3x + 5y = 0. ഇതിൽ നമ്മളുടെ ബി കണ്ടോ? ഇതിൽ ബി എന്ന് പറയുന്നത്, അതായത് കോൺസ്റ്റന്റ് മെട്രിക്സിലെ എല്ലാ എലമെന്റും എന്തായിരുന്നു? 0 ആയിരുന്നു. ഇവിടെ നമ്മൾ കോൺസ്റ്റന്റ് മെട്രിക്സിലെ ഒരു എലമെന്റ് ആരാ? 1 ആണല്ലേ. അപ്പോൾ ഒരു എലമെന്റ് 0 ആണ്. അതുകൊണ്ട് ഇതൊരു നോൺ ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ ആണ്. ഇതൊരു ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് ആണ്. ഓക്കെ, നമുക്കത് രണ്ടും ആവശ്യമുണ്ട് കേട്ടോ. ഇനി കൺസിസ്റ്റൻസി ആൻഡ് ഇൻകൺസിസ്റ്റൻസി ഓഫ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ. നമ്മൾ പറഞ്ഞു, പെയർ ഓഫ് ഇക്വേഷൻസ് ഒക്കെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? അവിടെ എക്സിന്റെയും വൈന്റെയും വാല്യൂസ് ആണല്ലേ. നമ്മളുടെ വേരിയബിൾസിന്റെ വാല്യൂസ് ആണ് നമുക്ക് അവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഈ വേരിയബിൾസിന്റെ വാല്യൂസ് എപ്പോഴും എക്സിസ്റ്റ് ചെയ്യണമെന്നൊന്നുമില്ല. അപ്പോൾ നമുക്ക് ആ ഒരു കാര്യത്തിന് പറയുന്നതാണ് കൺസിസ്റ്റൻസി ആൻഡ് ഇൻകൺസിസ്റ്റൻസി. അപ്പോൾ ഒരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് എപ്പോഴാണ് കൺസിസ്റ്റന്റ് ആണ് അല്ലെങ്കിൽ ഇൻകൺസിസ്റ്റന്റ് ആണെന്ന് പറയാൻ നോക്കാം. A system of linear equations in n unknowns is consistent if it has a solution. It may be a unique solution or may be infinite number of solution. Otherwise, it is inconsistent. അതായത് നമ്മളെ കയ്യിൽ ഒരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഉണ്ട്. Ax = b എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഡ്യൂട്ടി എന്താ? ഈ എക്സിന്റെ വാല്യൂസിനെ കംപ്ലീറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ എക്സിന്റെ വാല്യൂസ് എപ്പോഴും എക്സിസ്റ്റ് ചെയ്യണമെന്നൊന്നുമില്ല. ഈ എക്സിന്റെ വാല്യൂവിനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് പറയാം ആ സിസ്റ്റം എന്താണ്? കൺസിസ്റ്റന്റ് ആണ് എന്ന് പറയാം. ആ സിസ്റ്റം കൺസിസ്റ്റന്റ് ആണെന്ന് പറയാം. അല്ലെങ്കിൽ എക്സിന്റെ വാല്യൂസിനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മൾ പറയും അത് ഇൻകൺസിസ്റ്റന്റ് ആണ് എന്ന് പറയാം. ഓക്കെ, എക്സാമ്പിൾസ് പറഞ്ഞു തരാം കേട്ടോ, അപ്പോൾ മനസ്സിലാവും. എക്സ് എന്ന് പറയുന്നത് കൺസിസ്റ്റന്റ് ആണ്, അല്ലെങ്കിൽ ഈ സിസ്റ്റം എന്ന് പറയുന്നത് കൺസിസ്റ്റന്റ് ആണ്, അല്ലെങ്കിൽ ഇൻകൺസിസ്റ്റന്റ്. ഇനി കൺസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സിന്റെ വാല്യൂസിനെ കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഈ സിസ്റ്റത്തിന് ഒരു സൊല്യൂഷൻ ഉണ്ട്. x1 എന്താ, x2 എന്താ, അല്ലെങ്കിൽ x എന്താ, y എന്താ നമുക്ക് പറയാൻ പറ്റും എന്നല്ലേ. അപ്പൊ ഈ കൺസിസ്റ്റന്റ് ആണെന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലാണ് കൺസിസ്റ്റൻസി പറയാ. ഒന്നുകിൽ അതിന് യുണീക്ക് സൊല്യൂഷൻ ആയിരിക്കും. നമുക്ക് ഒരു എക്സ് അല്ലെങ്കിൽ ഒരു വൈ, അതായത് ഈ എക്സിനും വൈക്കും ഒരൊറ്റ വാല്യൂസേ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ അതിന് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഉണ്ടാവും. ഓക്കെ, അതായത് എക്സിന് നമുക്ക് 1 കൊടുത്താൽ 2 കൊടുത്താൽ 3 കൊടുത്താൽ അങ്ങനെ ഒരുപാട് വാല്യൂസ് കണ്ടുപിടിക്കാൻ പറ്റും. വൈക്കും അതുപോലെ തന്നെ. ഓക്കെ, അപ്പോൾ കൺസിസ്റ്റൻസി ആൻഡ് ഇൻകൺസിസ്റ്റൻസി എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൺസിസ്റ്റൻസി രണ്ട് തരത്തിലുണ്ട്. ഒന്ന് യുണീക്ക് സൊല്യൂഷനും ഒന്ന് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷനും. ഓക്കെ.
ഒരു സിസ്റ്റത്തിന് സൊല്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എപ്പോഴും കൺസിസ്റ്റന്റ് ആണെന്ന് പറയാം. സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മൾ അതിനെ ഇൻകൺസിസ്റ്റന്റ് ആണെന്ന് പറയും. ഇനി നമ്മൾ പറയാൻ പോണ കാര്യം നോൺ ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് എങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമുക്കൊരു നോൺ ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെ സോൾവ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, A system Ax equal to B of m linear equation in n unknowns is consistent if and only if the coefficient matrix and the augmented matrix of the system have the same rank. That is, if rank of AB equal to rank A. അതായത് ഇവിടെ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ കേട്ടോ. അതായത് നമ്മൾ പറഞ്ഞു എന്താണ് നോൺ ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ്. Ax equal to B എന്ന് പറയുന്ന ഈ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബി നോട്ട് ഈക്വൽ ടു 0 ആയിട്ടുള്ള ആളെയാണ് നമ്മൾ നോൺ ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ഇനി ഈ നോൺ ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് എപ്പോഴും കൺസിസ്റ്റന്റ് ആവണമെന്നില്ല. അതായത് എക്സിന് എപ്പോഴും വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ ഇത് കൺസിസ്റ്റന്റ് ആവുന്നത് എപ്പോഴാണെന്നാണ് പറയുന്നത്. ഓക്കെ, Ax ഈക്വൽ ടു ബി എന്ന് പറയുന്ന ഇക്വേഷൻ, ഈ ഒരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ കൺസിസ്റ്റന്റ് ആവണമെങ്കിൽ ഒരു കണ്ടീഷൻ ഹോൾഡ് ചെയ്താൽ മതി. എന്താന്ന് വെച്ചാൽ റാങ്ക് ഓഫ് എ ബി, അതായത് ഓഗ്മെന്റഡ് മെട്രിക്സ് ഉണ്ടല്ലോ നമ്മളുടെ, ഈ ഓഗ്മെന്റഡ് മെട്രിക്സിന്റെ റാങ്കും അതുപോലെ തന്നെ കോഎഫിഷ്യന്റ് മെട്രിക്സിന്റെ റാങ്കും എന്തായാൽ മതി, ഈക്വൽ ആയിട്ടുണ്ടെങ്കിൽ ഈ ഒരു സിസ്റ്റം കൺസിസ്റ്റന്റ് ആണെന്ന് പറയാം. ഓക്കെ, അവിടെ നിന്ന് തന്നെ നമുക്ക് സൊല്യൂഷനും കണ്ടുപിടിക്കാൻ പറ്റൂ കേട്ടോ. Ax ഈക്വൽ ടു ബി ഈസ് കൺസിസ്റ്റന്റ് ഇഫ് റാങ്ക് ഓഫ് എ ബി ഈക്വൽ ടു റാങ്ക് ഓഫ് എ. അപ്പോൾ നമ്മൾ പറഞ്ഞു മെട്രിക്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് സോൾവ് ചെയ്യാൻ പോണത്, കാരണം അതാണ് നമുക്ക് ഈസി ആയിട്ടുള്ള മെത്തേഡ്. അപ്പോൾ ഒരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ, നോൺ ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ കൺസിസ്റ്റന്റ് ആണെന്ന് പറയാൻ എന്ത് ചെയ്താൽ മതി, നമ്മൾ ഓഗ്മെന്റഡ് മെട്രിക്സിന്റെയും കോഎഫിഷ്യന്റ് മെട്രിക്സിന്റെയും റാങ്ക് സെയിം ആണെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു അല്ലേ കൺസിസ്റ്റന്റ് ആണെങ്കിൽ രണ്ട് തരത്തിലുണ്ടെന്ന്, യൂണീക് സൊല്യൂഷനും ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷനും ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അത് ഏതൊക്കെ കേസാണെന്നും കൂടെ നോക്കാം, എന്നിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാം. സപ്പോസ് ദ സിസ്റ്റം ഈസ് കൺസിസ്റ്റന്റ്, then the system has a unique solution if rank of A equal to rank of AB equal to n, that is number of variables. അതായത് ഒരു സിസ്റ്റം കൺസിസ്റ്റന്റ് ആണെങ്കിൽ അതിനൊരു യുണീക് സൊല്യൂഷൻ ആണ് ഉള്ളതെന്ന് എപ്പോഴാണ് പറയുക, നമ്മൾ പറഞ്ഞു കൺസിസ്റ്റന്റ് ആണെങ്കിൽ റാങ്ക് ഓഫ് എ ബിയും റാങ്ക് ഓഫ് എയും ഈക്വൽ ആയിരിക്കും. അത് നമ്പർ ഓഫ് വേരിയബിൾസിനോട് കൂടെ ഈക്വൽ ആവുകയാണെങ്കിൽ നമുക്ക് പറയാം ആ ഒരു സിസ്റ്റത്തിന് യുണീക് സൊല്യൂഷനേ ഉള്ളൂ എന്ന് പറയാം. ഓക്കെ, ഇനി ദ സിസ്റ്റം ഹാസ് ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ ഇഫ് റാങ്ക് ഓഫ് എ ബി ഈക്വൽ ടു റാങ്ക് ഓഫ് എ ലെസ് ദാൻ എൻ. അതായത് റാങ്ക് ഓഫ് എ ബിയും റാങ്ക് ഓഫ് എ ബി ഈക്വൽ ടു റാങ്ക് ഓഫ് എ ആണെങ്കിലാണ് കൺസിസ്റ്റന്റ് ആവുക. ഇനി അത് എന്നിനേക്കാളും ചെറിയ നമ്പറാണ്, നമ്പർ ഓഫ് വേരിയബിൾസിനേക്കാളും ചെറുതാണ് റാങ്ക് എങ്കിൽ നമുക്ക് പറയാം ആ സിസ്റ്റത്തിന് ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ ഉണ്ട് എന്ന് പറയാം. ഓക്കെ, ഇത്രയും തിയറി കേട്ടിട്ട് നിങ്ങൾ പേടിക്കണ്ട, ഞാൻ പ്രോബ്ലംസ് പറഞ്ഞു തരാം. വളരെ ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നിങ്ങൾ പകുതിക്ക് വെച്ച് നിർത്തിപ്പോയോന്ന് എനിക്കറിയില്ല. എനിവേ നിങ്ങൾ പ്രോബ്ലം ചെയ്യാം. ഓക്കെ, ഈസിയാണ് പ്രോബ്ലം ചെയ്യാം, വളരെ വളരെ ഈസിയാണ്. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ x plus y plus z equal to 2, 2x plus y plus 3z equal to 4, x plus y plus z equal to 3. The system, option A, has unique solution, option B, infinitely many solution, option C is consistent, option D has only two solutions. അതായത് നമുക്കൊരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ആ സിസ്റ്റത്തിന് ഒന്നാമത്തെ ഓപ്ഷൻ പറയുന്നത് യുണീക് സൊല്യൂഷൻ ആണ്, രണ്ടാമത്തത് ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ ആണ്, മൂന്നാമത്തത് കൺസിസ്റ്റന്റ് ആണ്, നാലാമത്തത് ഓൺലി ടു സൊല്യൂഷൻ ആണ്. ഇത് ഒരിക്കലും വരില്ല അല്ലെ. നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്, സിസ്റ്റത്തിന്റെ കേസ് പറയുമ്പോൾ നമ്മൾ പറയുന്നത് ഒന്നുകിൽ അതിന് യുണീക് സൊല്യൂഷൻ ആയിരിക്കും, അല്ലെങ്കിൽ അതിന് ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ആ സിസ്റ്റം ഇൻകൺസിസ്റ്റന്റ് ആയിരിക്കും. എന്ത് ഓപ്ഷൻ വരില്ല, ഇറ്റ് ഹാസ് ഓൺലി ടു സൊല്യൂഷൻ എന്ന് പറയുന്ന ഓപ്ഷനേ വരില്ല. സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അതൊന്നുകിൽ ഒറ്റൊന്നേ ഉണ്ടാവുള്ളൂ, യുണീക്ക് ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് പറയാം ഇഷ്ടം പോലെ ഉണ്ടാവും, ഇൻഫൈനൈറ്റ്ലി മെനി ഉണ്ടാവും. ഓക്കെ, നമുക്കിത് എങ്ങനെയാ സോൾവ് ചെയ്യാൻ നോക്കാം. നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ എഴുതാം. ഓക്കെ, പേജ് തുറന്നു. x plus y plus z equal to 2, 2x plus y plus 3z equal to 4, x plus y plus z equal to 3. നമ്മൾ പറഞ്ഞു ഈ ഒരു സിസ്റ്റത്തിന് നമുക്ക് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് വെച്ചിട്ട് എഴുതാൻ പറ്റുമെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ നമുക്ക് ഇതൊരു നോൺ ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് ആണെന്നറിയാം, കാരണം ഈക്വൽ സൈൻ കഴിഞ്ഞിട്ട് 2, 4, 3 കോൺസ്റ്റന്റ് ടേംസ് ഇവിടെ ഉണ്ട് അല്ലേ.
അപ്പോൾ നമുക്ക് ഇവിടുന്ന് എന്ത് പറയാം? നോൺ ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? നമുക്ക് ഓഗ്മെന്റഡ് മെട്രിക്സ് വേണം. അപ്പോൾ നമുക്കിതിനെ ജസ്റ്റ് ഒന്ന് ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ എപ്പോഴും എഴുതണമെന്നില്ല, നിങ്ങൾക്ക് ജസ്റ്റ് ആദ്യം മനസ്സിലാവാൻ വേണ്ടി പറയുകയാണ്. ഇവിടുത്തെ കോൺസ്റ്റന്റ് മെട്രിക്സ് കോഎഫിഷ്യന്റ് മെട്രിക്സ് ഏതാണ്? 1 1 1. എക്സിന്റെ കോഎഫിഷ്യന്റ് 1, വൈന്റെ കോഎഫിഷ്യന്റ് 1, സെഡിന്റെ കോഎഫിഷ്യന്റ് 1. ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് 2, വൈന്റെ കോഎഫിഷ്യന്റ് 1, സെഡിന്റെ കോഎഫിഷ്യന്റ് 3. ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് 1, വൈന്റെ കോഎഫിഷ്യന്റ് 1, സെഡിന്റെ കോഎഫിഷ്യന്റ് 1. ഓക്കെ, ഇൻറ്റു എന്ത് പറയാം നമുക്ക്? എക്സ് വൈ സെഡ് ഈക്വൽ ടു കോൺസ്റ്റന്റ് മെട്രിക്സ് ഏതാ? 2 4 3. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഓഗ്മെന്റഡ് മെട്രിക്സ് എഴുതണം ഇതിൽ നിന്ന്. ഇപ്പോൾ ഓഗ്മെന്റഡ് മെട്രിക്സിനെ ഞാൻ എഴുതുകയാണ്. എ ബി എന്ന് പറയുന്നതാണ് നമ്മളുടെ ഓഗ്മെന്റഡ് മെട്രിക്സ്. നമ്മളുടെ കോൺസ്റ്റന്റ് മെട്രിക്സിന്റെ കൂടെ നമ്മൾ ആരെയും കൂടെ എഴുതി കൊടുക്കുന്നു? നമ്മളുടെ കോഎഫിഷ്യന്റ് മെട്രിക്സിന്റെ കൂടെ കോൺസ്റ്റന്റ് മെട്രിക്സിനെയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന മെട്രിക്സ് ആണ് എന്ത്? ഓഗ്മെന്റഡ് മെട്രിക്സ്. ഇനി ഈ ഓഗ്മെന്റഡ് മെട്രിക്സിന്റെ റാങ്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നിങ്ങളൊരു കാര്യം ഇവിടെ നോട്ട് ചെയ്യണം. ഇവിടെ ഞാൻ ഇതെന്ന് പറയുന്ന മെട്രിക്സ് ആരാണ്? നമ്മളുടെ എ മെട്രിക്സ് ആണ് അല്ലേ? ഇത് രണ്ടും കൂടെ കൂടിയതാണ് എ ബി എന്ന് പറയുന്ന മെട്രിക്സ്. അപ്പോൾ നമ്മൾ റാങ്ക് ഓഫ് എ ബിയും റാങ്ക് ഓഫ് എയും ഈക്വൽ ആണെങ്കിൽ അത് കൺസിസ്റ്റന്റ് ആണ്, അല്ലെങ്കിൽ അത് ഇൻകൺസിസ്റ്റന്റ് ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആദ്യം ഇത് കൺസിസ്റ്റന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് റാങ്ക് ഓഫ് എ ബി കണ്ടുപിടിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് റാങ്ക് ഓഫ് എയും കൂടെ മനസ്സിലാവും അതിൽ നിന്ന്. ഓക്കെ, നമുക്ക് ഇവിടുത്തെ റാങ്ക് ഓഫ് എ ബി ഒന്ന് കണ്ടുപിടിക്കാം. റാങ്ക് ഓഫ് എ ബി കണ്ടുപിടിക്കാൻ ഇവിടുത്തെ ഫസ്റ്റ് എലമെന്റ് 1 ആണ്. അപ്പോൾ 1 അവിടെ നിൽക്കട്ടെ. ഈ 2നെ നമുക്ക് 0 ആക്കാം, ഈ 1നെയും 0 ആക്കാം. ഈ 2നെ 0 ആക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തെ അതേപോലെ ഞാൻ എഴുതുന്നുണ്ട്. ഇത് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് മൈനസ് ചെയ്താൽ മതി അല്ലേ? 2 - 2 0, 1 - 2 -1, 3 - 2 1, 4 - 4 0. ഇനി ഇവിടെ മൈനസ് ചെയ്താൽ മതി. 1 - 1 0, 1 - 1 0, 1 - 1 0, 3 - 2 1. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഇവിടുത്തെ എൻട്രി കണ്ടില്ലേ? ഈ എൻട്രി കംപ്ലീറ്റ് 0 ആയിപ്പോയി. അപ്പോൾ ഇവിടെ ഒരു കാര്യം കൂടെ നിങ്ങൾ നോട്ട് ചെയ്യണം. ഇങ്ങനെ ഞാൻ പറഞ്ഞു, ഇയാൾ ആരാണ്? ഇത് എ എന്ന് പറയുന്ന മെട്രിക്സ് ആണ് അല്ലേ? അപ്പോൾ ഈ എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ റാങ്ക് നമുക്ക് നോക്കാം. ഇവിടെ ഫസ്റ്റ് നോൺ സീറോ എൻട്രി വന്നു, ഇവിടെയും നോൺ സീറോ എൻട്രി വന്നു, ഇവിടെ ഇല്ല. അപ്പൊ റാങ്ക് ഓഫ് എ എന്താണ് ശരിക്കും? റാങ്ക് ഓഫ് എ, അതായത് ഈ ഒരു മെട്രിക്സിന്റെ റാങ്ക്, ഈ റെഡ് ഇങ്ങനെ, ഈ ഒരു മെട്രിക്സിന്റെ റാങ്ക് എന്താ? ഇത് നോൺ സീറോ റോ ആണ്, ഇതും നോൺ സീറോ റോ ആണ്, പക്ഷെ ഇവിടെ 0 റോ ആണ്. അപ്പൊ റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് 2 ആണ്. റാങ്ക് ഓഫ് എ ബി എന്താണ്? റാങ്ക് ഓഫ് എ ബി, അതായത് ഈ മൊത്തം മെട്രിക്സിന്റെ റാങ്ക്. ഇവിടെ നിങ്ങൾ ഇത്രയും കണ്ടുപിടിച്ചാൽ മതി കേട്ടോ റാങ്ക് ഓഫ് എ ബി കണ്ടുപിടിക്കാൻ. അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്കിലോൺ ഫോമിലോട്ട്, അതായത് റോ റെഡ്യൂസ്ഡ് കാനോണിക്കൽ ഫോമിലോട്ട് മാറ്റണമെന്ന് നിർബന്ധമില്ലാതെ നമുക്ക് റാങ്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ നിങ്ങൾ നോക്കുക, ഫസ്റ്റ് എലമെന്റ് ഇവിടെ 1 അല്ലേ, ഇവിടുത്തെ സെക്കൻഡ് എലമെന്റ്, അപ്പൊ ഈ എലമെന്റ് എപ്പോഴും ഇവിടെ നോൺ സീറോ ആയിട്ട് തന്നെ കിടക്കുമല്ലോ അല്ലെ? അപ്പൊ ഈ ഒരു റോയിൽ എപ്പോഴും ഒരു നോൺ സീറോ എലമെന്റ് ഉണ്ടാവും. അപ്പൊ ഇത് റാങ്കിനെ കൺസിഡർ ചെയ്യുന്നതിൽ പങ്കുവഹിക്കുന്നുണ്ട്. ഇവിടെയും അതെ. ഇനി ഇത് നോക്കുക, ഇവിടുത്തെ ഫസ്റ്റ് നോൺ സീറോ എൻട്രി ഇവിടെ വന്നു അല്ലെ, ഇയാളെ ഇനി 0 ആക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് ഈ എ ബി എന്ന് പറയുന്ന മൊത്തം മെട്രിക്സിന്റെ റാങ്ക് എന്താ വരിക? 1 2 3. ഓക്കെ, റാങ്ക് ഓഫ് എ ബി എന്ന് പറയുന്നത് 3. ഇത് രണ്ടും സെയിം ആണോ? അല്ല. അപ്പൊ ഇവിടെ റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ബിയും ഈക്വൽ ആയില്ല. റാങ്ക് ഓഫ് എ ഈസ് നോട്ട് ഈക്വൽ ടു റാങ്ക് ഓഫ് എ ബി. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ദ സിസ്റ്റം ഈസ് ഇൻകൺസിസ്റ്റന്റ്. ദ സിസ്റ്റം ഈസ് ഇൻകൺസിസ്റ്റന്റ്. നിങ്ങൾ ഓപ്ഷൻ നോക്കി ചെക്ക് ചെയ്യുക കേട്ടോ. ദ സിസ്റ്റം ഈസ് ഇൻകൺസിസ്റ്റന്റ്. അടുത്തൊരു പ്രോബ്ലം നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഈക്വൽ ടു 2, 2x പ്ലസ് വൈ പ്ലസ് 3z ഈക്വൽ ടു 5, മൈനസ് എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഈക്വൽ ടു 0. നേരത്തെ തന്ന അതേ ഓപ്ഷൻസ് ആണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ചെയ്ത് നോക്കാം. നമുക്കിത് നോൺ ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് ആണ്. പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നില്ല, അതിൻ്റെ മെട്രിക്സ് ഫോം എഴുതുന്നില്ല. ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഓഗ്മെന്റഡ് മെട്രിക്സ് എഴുതിയിട്ട് ചെയ്യാണ്. കാരണം നമുക്ക് അങ്ങനെ ചെയ്താൽ മതി, മറ്റേത് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓഗ്മെന്റഡ് മെട്രിക്സ് എഴുതാൻ വേണ്ടി ഇതിൻ്റെ കോഎഫിഷ്യന്റ് മെട്രിക്സ് എഴുതാം. 1 1 1, ഇവിടെ 2 1 3, ഇവിടെ -1 1 1. പിന്നെ ലാസ്റ്റ് കോളമായിട്ട് നമ്മൾ ആരെ എൻ്റർ ചെയ്യാം? 2 5 0. ഇതാണ് നമ്മളുടെ ഓഗ്മെന്റഡ് മെട്രിക്സ്. ഡയറക്റ്റ് എഴുതാവുന്നതല്ലേ ഉള്ളൂ. ഓഗ്മെന്റഡ് മെട്രിക്സ് എ ബി.
അപ്പോൾ ഇതിൻ്റെ റാങ്കാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. റാങ്ക് ഡയറക്റ്റ് ചെയ്യാം. 1 1 1 2. ഈ 2നെ 0 ആക്കാൻ വേണ്ടി ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് മൈനസ് ചെയ്യാം. 2 - 2 0, 1 - 2 -1, 3 - 2 1, 5 - 4 1. -1 ഇതിനെ ആഡ് ചെയ്താൽ മതി. -1 + 1 0, 1 + 1 2, 1 + 1 2, 0 + 2 2. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടത് ജസ്റ്റ് ഈക്വലൻ്റ് ടു ഇവിടെ 1 1 1 2. ഇവിടെ ഒരു നോൺ സീറോ എൻട്രി വന്നു. അപ്പോൾ ഇതിൻ്റെ മുകളിലെ കാര്യങ്ങൾ നമ്മൾ 0 ആക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇവിടെ 0, ഇതിനെ നമുക്കിനി 1 ആക്കണം. ഇതിനെ 1 ആക്കാൻ വേണ്ടി ഒന്ന് -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 1 -1 -1 എന്നാവും. പിന്നെ 0 2 2 2. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ 2ന് 0 ആക്കണം എന്നുള്ളതാണ്. ഈ 2ന് 0 ആക്കണം. -1ന് താഴെയുള്ള ഈ 2നെ നമ്മൾ 0 ആക്കാൻ പോവുകയാണ്. അതിന് എന്ത് ചെയ്താൽ മതി? ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഒന്ന് മൈനസ് ചെയ്താൽ മതി അല്ലേ. നമുക്ക് എന്താ കിട്ടുക നോക്കാം. 1 1 1 2, 0 1 -1 -1 0. ഇവിടെ ഒന്നും മാറ്റം വരാനില്ല. നോക്കാം നിങ്ങൾ. 2 - 2 0, 2 - -2 that is 2 + 2 4, 2 - -2 that is 2 + 2 4. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ ഫസ്റ്റ് നോൺ സീറോ എൻട്രീനെ 1 ആക്കണം. അപ്പോൾ അതിനെ 1 ആക്കാൻ വേണ്ടി 4 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക. 1 1 1 2, 0 1 -1 -1, 0 0 1 1. ഓക്കെ, ഇത്രയും ചെയ്താൽ മതി കേട്ടോ. ഇനി കൂടുതലൊന്നും ചെയ്യേണ്ട. കാരണം ഇവിടെ ഒരു നോൺ സീറോ എൻട്രി വന്നു, ഇവിടെ ഒരു നോൺ സീറോ എൻട്രി വന്നു, ഇവിടെ ഒരു നോൺ സീറോ എൻട്രി വന്നു. സോ നമ്മളുടെ റാങ്ക് എന്താണ് നമുക്ക് നോക്കാം. റാങ്ക് ഓഫ് എ ബി മെട്രിക്സിൻ്റെ തന്നെ റാങ്ക് എന്താ? 1 2 3 അല്ലേ. പിന്നെ എയുടെ റാങ്ക് എന്താ? എയുടെ റാങ്ക് നോക്കാൻ വേണ്ടിയിട്ട് ഇത്രയും എണ്ണത്തിൻ്റെ റാങ്ക് നോക്കിയാൽ മതി. ഓക്കെ, ഇതിൻ്റെ റാങ്ക് ഇവിടെ 1 2 3. അപ്പോൾ റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്? 3 ആണല്ലേ. അപ്പോൾ റാങ്ക് ഓഫ് എ ബിയും റാങ്ക് ഓഫ് എയും ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ദ സിസ്റ്റം ഈസ് കൺസിസ്റ്റന്റ്. സിസ്റ്റം ഈസ് കൺസിസ്റ്റന്റ് ആണ്. കൺസിസ്റ്റന്റ് ആണെങ്കിൽ 2 ഓപ്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ കൺസിസ്റ്റന്റ് ആണ്. അപ്പോൾ നമ്മളുടെ റാങ്ക് എത്രയാണെന്നാ വന്നത്? റാങ്ക് ഓഫ് എ ബിയും റാങ്ക് ഓഫ് എയും എത്രയാണെന്നാ വന്നത്? 3 ആണെന്നാണ് വന്നത്. ഇതിൻ്റെ നമ്പർ ഓഫ് വേരിയബിൾസ് നമുക്കൊന്ന് നോക്കാം. നമ്പർ ഓഫ് വേരിയബിൾസിൽ എത്ര വേരിയബിൾസ് ഉണ്ട്? എക്സ് ഉണ്ട്, വൈ ഉണ്ട്, സെഡ്. എത്ര വേരിയബിൾസ് ആണുള്ളത്? 3 വേരിയബിൾസ് ആണുള്ളത്. അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് വേരിയബിൾസ്. നമ്പർ ഓഫ് വേരിയബിൾസിനോട് ഈക്വൽ ആണ്. റാങ്ക് ഓഫ് എ ബിയും റാങ്ക് ഓഫ് എയും നമ്പർ ഓഫ് വേരിയബിൾസിനോട് ഈക്വൽ ആണ്. നമ്പർ ഓഫ് വേരിയബിൾസിനോട് ഈക്വൽ ആണെങ്കിൽ അവിടെ എന്തുണ്ടാവും? അവിടെ യുണീക്ക് സൊല്യൂഷൻ ആയിരിക്കും. ഓക്കെ, യുണീക്ക് സൊല്യൂഷൻ ആയിരിക്കും. അപ്പോൾ ദ സിസ്റ്റം ഹാസ് എ യുണീക്ക് സൊല്യൂഷൻ. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, x1 + 2x2 - 3x3 - 4x4 = 6, x1 + 3x2 + x3 - 2x4 = 4, 2x1 + 5x2 - 2x3 - 5x4 = 10. എത്ര ഇക്വേഷൻസ് ഉണ്ട്? 1 2 3 ഇക്വേഷൻസ് അല്ലേ. എത്ര വേരിയബിൾസ് ഉണ്ട്? 1 2 3 4 വേരിയബിൾസ് ഉണ്ട് അല്ലേ. നമുക്കിന്ന് ഫസ്റ്റ് തന്നെ നമ്മൾ എന്ത് എഴുതണം? ഓഗ്മെന്റഡ് മെട്രിക്സ് എഴുതണം. ഓഗ്മെന്റഡ് മെട്രിക്സ് ഫസ്റ്റ് എഴുതാം. അപ്പോൾ 1 2 -3 -4 6. പിന്നെ 1 3 1 -2 4, 2 5 -2 -5 10. നിങ്ങൾ മൈനസ് ഒന്നും വിട്ടുപോകരുത് കേട്ടോ എഴുതുമ്പോൾ. ഇനി ഇതിൻ്റെ റാങ്ക് കണ്ടുപിടിക്കണം. നമുക്ക് റാങ്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നിരിക്കുന്നത് 1 ആണ്. അപ്പോൾ ഈ 1നെയും ഈ 2നെയും നമ്മൾ 0 ആക്കണം. അപ്പോൾ 1 2 -3 -4 6. ഈ 1നെ 0 ആക്കാൻ വേണ്ടി ജസ്റ്റ് മൈനസ് ചെയ്താൽ മതി. 1 - 1 0, 3 - 2 1, 1 - -3 that is 4, -2 - -4 -2 + 4, 4 - 2 2, 4 - 6 -2. 2 - 2 ഇതിനെ 2നെ 0 ആക്കാൻ വേണ്ടിയിട്ട് ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 0 മൈനസ് ചെയ്താൽ മതി. 2 - 2 0, 5 - 4 1, -2 -6 that is 6 - 2 that is 4, -5 -8 that is -5 + 8, 8 - 5 that is 3, 10 - 12 that is -2. ഓക്കെ, ചിലപ്പോൾ ഞാൻ ചെയ്യുന്ന തെറ്റിപ്പോകുന്നുണ്ടാവും, നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം.
ബാക്കിയുള്ളത് നമുക്ക് ഇവിടെ 1 ഉണ്ട്. അപ്പോൾ 1ന് താഴെയുള്ള ബാക്കിയുള്ള എലമെൻറ്റിൽ ഈ മുകളിലോട്ടുള്ളത് ചെയ്യേണ്ട, താഴോട്ടുള്ളത് മാത്രം ചെയ്താൽ മതി. 1 2 -3 -4 6 0 1 4 2 -2. ഈ 1നെയാണ് 0 ആക്കേണ്ടത്. ഇയാൾ ഈ 1നെ 0 ആക്കാൻ വേണ്ടി ജസ്റ്റ് മൈനസ് ചെയ്താൽ മതി അല്ലേ. 0 1 - 1 0 4 - 4 0 3 - 2 1 -2 -2 that is 0. ഓക്കെ, ഇനി നമുക്ക് റാങ്ക് ഓഫ് എ ബിയും റാങ്ക് ഓഫ് എയും ഒന്ന് എഴുതി നോക്കാം. റാങ്ക് ഓഫ് എ ബി വിച്ച് ഇസ് ഈക്വൽ ടു, ഇവിടെ ഒരു നോൺ സീറോ എൻട്രി ഉണ്ടല്ലേ. അപ്പോൾ 1, ഇവിടെ നോൺ സീറോ എൻട്രി വന്നിട്ടുണ്ട്, ഇവിടെയും നോൺ സീറോ എൻട്രി വന്നിട്ടുണ്ട്. സോ റാങ്ക് ഓഫ് എ ബി 3 ആണ്. ഇനി റാങ്ക് ഓഫ് എ എന്താ നോക്കാലോ. റാങ്ക് ഓഫ് എ എന്താണ് വരിക? ലാസ്റ്റത്തെ ആളെ ഒഴിവാക്കിയാൽ മതി അല്ലേ. ഇപ്പം ഇതിൻ്റെ ഈ ഒരു മെട്രിക്സിന് ഇവിടെ നമ്മൾ മറച്ചു പിടിക്കുകയാണെങ്കിൽ ഈ ഒരു മെട്രിക്സിൽ ഇവിടെ നോൺ സീറോ എൻട്രി ഉണ്ട്, ഇവിടെയും ഉണ്ട്, ഇവിടെയും നോൺ സീറോ എൻട്രി ഉണ്ട്. സോ റാങ്ക് ഓഫ് എയും 3 തന്നെയാണ്. അപ്പോൾ ഇവിടെ എന്താണ്? സിസ്റ്റം കൺസിസ്റ്റന്റ് ആണ്. ഇനി നമ്മൾ അവിടുത്തെ നമ്പർ ഓഫ് വേരിയബിൾസ് എത്രയാണ്? നമ്പർ ഓഫ് വേരിയബിൾസ് എത്രയാണ്? 4 എണ്ണം ഉണ്ട്. x1 ഉണ്ട്, x2 ഉണ്ട്, x3 ഉണ്ട്, x4 ഉണ്ട്. 4 നമ്പർ ഓഫ് വേരിയബിൾസ് ഉണ്ട്. പക്ഷെ നമുക്ക് റാങ്ക് എത്രയേ കിട്ടിയിട്ടുള്ളൂ? റാങ്ക് എന്ന് പറയുന്നത് എത്ര കിട്ടിയേ? 4 ആണ് കിട്ടിയത്. അത് ആരെക്കാളും കുറവാണ്? നമ്പർ ഓഫ് വേരിയബിൾസിനേക്കാൾ റാങ്ക് എന്ന് പറയുന്നത് 3 ആണ്. അത് ആരെക്കാളും കുറവാണ്? നമ്പർ ഓഫ് വേരിയബിൾസിനേക്കാളും കുറവാണ് അല്ലേ. നമ്പർ ഓഫ് വേരിയബിൾസിനേക്കാളും കുറവാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ദ സിസ്റ്റം ഹാസ് ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ. ദ സിസ്റ്റം ഹാസ് ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻസ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പറയാനുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇനി ഒരു ചെറിയ കാര്യം കൂടെ പറയാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, പറയാനുള്ളത് ഇതാണ്. നമുക്ക് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് ആണുള്ളത് അല്ലേ. സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇത് 2 വിധത്തിലാണുള്ളതെന്ന് പറഞ്ഞു. ഓക്കെ, ഒന്ന് നോൺ ഹോമോജീനിയസ് സിസ്റ്റം അല്ലേ. മറ്റൊന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഹോമോജീനിയസ്. പറഞ്ഞിട്ടില്ല, അടുത്ത ക്ലാസ്സിൽ പറയാം. ഹോമോജീനിയസ് സിസ്റ്റം. ഇനി ഈ നോൺ ഹോമോജീനിയസ് സിസ്റ്റത്തിൽ 2 കാറ്റഗറിയാണുള്ളത്. എന്തൊക്കെയാണ്? ഇവിടെ കൺസിസ്റ്റൻ്റ് ആണെന്ന് പറയാം, ഇത് ഇൻകൺസിസ്റ്റൻ്റ് ആണ് അല്ലേ. 2 കാറ്റഗറിയിലും വരാം. എപ്പോഴാണ് നമ്മൾ കൺസിസ്റ്റൻ്റ് ആണെന്ന് പറയാം? ഇവിടെ റാങ്ക് ഓഫ് എ ബിയും റാങ്ക് ഓഫ് എയും ഈക്വൽ ആവുന്ന കേസിൽ നമ്മളിത് കൺസിസ്റ്റൻ്റ് ആണെന്ന് പറയും. റാങ്ക് ഓഫ് എ ബിയും റാങ്ക് ഓഫ് എയും നോട്ട് ഈക്വൽ ആവുന്ന കേസിൽ ഇൻകൺസിസ്റ്റൻ്റ് ആണെന്ന് പറയും. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൺസിസ്റ്റൻസ് 2 വിധത്തിലാണുള്ളത് അല്ലേ. 2 വിധത്തിലുണ്ട്. ഏതൊക്കെയാ? ഒന്ന് യുണീക്കാണ് അല്ലേ, യുണീക്ക് സൊല്യൂഷൻ ഉണ്ടാവും. പിന്നെയോ ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ ഉണ്ടാവും. ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ ഉണ്ടാവും. ഓക്കെ, യുണീക്ക് സൊല്യൂഷൻ എപ്പോഴാണ് ഉണ്ടാവുക? യുണീക്ക് സൊല്യൂഷൻ ഉണ്ടാവുന്നത് എപ്പോഴാണ്? റാങ്ക് ഓഫ് എ ബി ഈക്വൽ ടു റാങ്ക് ഓഫ് എ ഈക്വൽ ടു നമ്പർ ഓഫ് വേരിയബിൾസ് അല്ലേ. ഇവിടെയോ റാങ്ക് ഓഫ് എ ബി ഈക്വൽ ടു റാങ്ക് ഓഫ് എ വിച്ച് ഈസ് ലെസ് ദാൻ നമ്പർ ഓഫ് വേരിയബിൾസ് അല്ലേ. അപ്പം ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് നമ്മളൊന്ന് പറഞ്ഞത്. അപ്പോൾ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ എന്താന്ന് പറഞ്ഞു, നോൺ ഹോമോജീനിയസ് സിസ്റ്റം എന്താന്ന് പറഞ്ഞു, ഹോമോജീനിയസ് സിസ്റ്റം എന്താന്ന് പറഞ്ഞു. നോൺ ഹോമോജീനിയസ് എന്ന് പറഞ്ഞാൽ എ എക്സ് ഈക്വൽ ടു ബി വേർ ബി നോട്ട് ഈക്വൽ ടു 0 ആണ്. ഇതോ എ എക്സ് ഈക്വൽ ടു 0 വരും. ബി എന്ന് പറയുന്നത് 0 ആയിട്ടുള്ള ആളെയാണ് ഹോമോജീനിയസ് സിസ്റ്റം എന്ന് പറയുന്നത്. നോൺ ഹോമോജീനിയസ് സിസ്റ്റത്തിൽ 2 കാറ്റഗറീസ് ആണുള്ളത്, കൺസിസ്റ്റന്റും ഇൻകൺസിസ്റ്റന്റും. കൺസിസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഗ്മെന്റഡ് മെട്രിക്സിന്റെയും കോഎഫിഷ്യന്റ് മെട്രിക്സിന്റെയും റാങ്ക് സെയിം ആവാം. റാങ്ക് സെയിം അല്ലെങ്കിൽ നമ്മളത് ഇൻകൺസിസ്റ്റന്റ് ആണെന്ന് പറയും. കൺസിസ്റ്റന്റ് ആണെന്ന് പറഞ്ഞാൽ 2 തരത്തിലുണ്ട്. യുണീക്ക് സൊല്യൂഷൻ വരാം, ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ വരാം. യുണീക്ക് സൊല്യൂഷൻ എപ്പോഴാണ് വരിക? റാങ്ക് ഓഫ് എ ബിയും റാങ്ക് ഓഫ് എയും നമ്പർ ഓഫ് വേരിയബിൾസിനോട് ഈക്വൽ ആകുമ്പം ഇത് റാങ്ക് ഓഫ് എ ബി റാങ്ക് ഓഫ് എയും
നമ്പർ ഓഫ് വേരിയബിൾസിനേക്കാളും കുറവാകുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നോൺ ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസിൽ പറയാനുള്ളത്. ഇനി ഒരു ചെറിയ കാര്യം ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസിലും പറയാണ്ട് ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല, വളരെ സിമിലർ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നിങ്ങൾ മാക്സിമം ഈ വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം, എന്നാലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, താങ്ക്